സംസ്ഥാനത്തിന്റെ ഊർജ്ജ പ്രതിസന്ധിക്ക് പരിഹാരമെന്ന നിലയ്ക്ക് കാസർഗോഡ് ചീമേനിയിൽ ആണവ നിലയം സ്ഥാപിക്കാനുള്ള UDF സർക്കാരിന്റെ നീക്കത്തിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. പുതിയ സാഹചര്യത്തിൽ ചീമേനി ആണവ നിലയത്തിന്റെ സാധ്യത പരിശോധിക്കുമെന്ന് വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ് സൂചന നൽകിയിരുന്നു. എന്നാൽ ഒരിക്കൽ ഉപേക്ഷിച്ച പദ്ധതി വീണ്ടും കൊണ്ടുവരാനുള്ള നീക്കത്തെ ചെറുക്കുമെന്നാണ് രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ജനവികാരം. സംസ്ഥാനത്തിന്റെ ഊർജ പ്രതിസന്ധി പരിഹരിക്കാൻ ഇത് മൂന്നാം തവണയാണ് ചീമേനിയിൽ പദ്ധതി വരുന്നത്. ആദ്യം പദ്ധതി വന്നത് സുശീല ഗോപാലൻ വ്യവസായ മന്ത്രിയായിരിക്കെയാണ്. പ്രകൃതിവാതക താപനിലയം സർക്കാരിന് പദ്ധതികൾ നടപ്പിലാക്കാൻ ധാരാളം സ്ഥലം ലഭിക്കുമെന്ന ഒറ്റ കാരണത്താൽ ചീമേനിയെ തന്നെ തെരഞ്ഞെടുക്കുകയാണെന്ന് നാട്ടുകാർ ആരോപിച്ചു. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്താണ് ആണവ നിലയം സംബന്ധിച്ച ചർച്ചകൾ പുരോഗമിച്ചത്. പക്ഷേ തുടക്കത്തിൽ തന്നെ ശക്തമായ ജനകീയ പ്രതിരോധമുയർത്തി ചീമേനിയിലെ ജനങ്ങൾ രംഗത്ത് വന്നു. പിന്നീട് LDF സർക്കാർ തന്നെ പദ്ധതി ഉപേക്ഷിച്ചു. തുടർന്ന് സൗരോർജ്ജ പദ്ധതികളിലേക്ക് പോകാനുള്ള ഇടപെടലുകളും തുടങ്ങി. വൈദ്യുതി പ്രതിസന്ധിയുടെ പുതിയ സാഹചര്യത്തിൽ ആണവ നിലയ സാധ്യതയും പരിശോധിക്കുമെന്ന വൈദ്യുതി മന്ത്രിയുടെ പ്രസ്താവനയാണ് പുതിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരിക്കുന്നത്. ചീമേനിയിൽ ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള ഒരു പദ്ധതി നടപ്പിലാക്കാൻ കഴിയില്ല. കാരണം എന്ന് പറഞ്ഞാൽ ചീമേനിയുടെ മേലെ പല സമയങ്ങളിൽ ഇത്തരം പരീക്ഷണങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. ഇതിനൊക്കെ എതിരായിട്ട് അതാത് സമയത്ത് ചെറുത്ത് നിന്ന ഒരു പ്രദേശം എന്നുള്ള നിലയിൽ ഈ ആണവ നിലയം എന്ന് പറയുന്നത് ഒരു ഭീകര നിലയാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സണ്ണി ജോസഫ് ഈ സാഹചര്യം പറയുന്നത് കേരളത്തിൽ ഇപ്പോൾ ഒരു വൈദ്യുതി പ്രതിസന്ധി ഉണ്ടെന്നാണ്. സത്യത്തിൽ കേരളത്തിൽ ഒരു വൈദ്യുതി പ്രതിസന്ധിയും ഇല്ല. ഇവിടുത്തെ സർക്കാരുകൾ ഉണ്ടാക്കിയ വൈദ്യുതി പ്രതിസന്ധിയാണ് ഇവിടെയുള്ളത്. കഴിഞ്ഞ സർക്കാർ ആണവ നിലയം പദ്ധതി തള്ളിക്കളയാനും സോളാർ പദ്ധതി വ്യാപിപ്പിക്കാനും തീരുമാനിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായി സോളാർ പദ്ധതി പ്രവർത്തനങ്ങളെ ഔദ്യോഗിക ഉദ്ഘാടനം അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ചീമേനിയിൽ തന്നെ നിർവഹിക്കുകയും ചെയ്തു. എന്നാൽ ഉദ്ഘാടനം കഴിഞ്ഞതല്ലാതെ മറ്റൊരു പ്രവർത്തനവും മുന്നോട്ട് പോയില്ല. പ്ലാന്റേഷൻ കോർപ്പറേഷൻ്റെ കയ്യിലുള്ള 475 ഏക്കർ സ്ഥലം ഏറ്റെടുത്തിട്ടുണ്ട് സോളാർ പദ്ധതി സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട്. അത് RPCL എന്ന് പറയുന്ന കമ്പനിക്കാണ് പ്ലാന്റേഷൻ കോർപ്പറേഷനിൽ നിന്നും സർക്കാർ ഏറ്റെടുത്തുകൊണ്ട് കൈമാറിയത്. ആ സ്ഥലത്ത് ഇന്ന് വരെ ഇതിനു വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനവും നടത്തിയിട്ടില്ല. ഇപ്പോൾ ഈ കഴിഞ്ഞ 2026 ഫെബ്രുവരി 8-ാം തീയതി നമ്മുടെ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ ചീമേനിയിൽ വന്ന് ഒരു സോളാർ പദ്ധതിക്ക് തറക്കല്ലിട്ടു. പ്ലാന്റേഷൻ കോർപ്പറേഷൻ്റെ ഓഫീസിന് മുമ്പിലാണ് ആ സ്റ്റേജും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെയും പ്രവർത്തനം ഈ 4-5 മാസമായിട്ടും ഒന്നും അനങ്ങിയിട്ടില്ല. ചീമേനിയിൽ ആണവ നിലയം സ്ഥാപിക്കാനുള്ള പദ്ധതിയെ ഏതു വിധേനയും എതിർക്കുമെന്നാണ് രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ നാട്ടുകാർ വ്യക്തമാക്കിയിട്ടുള്ളത്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും സ്ഥലം MP രാജ്മോഹൻ ഉണ്ണിത്താനും ഈ ജനകീയ വികാരത്തിന് ഒപ്പം തന്നെയാണെന്ന് തുറന്നു പറഞ്ഞു കഴിഞ്ഞു. ഈ സാഹചര്യത്തിൽ ആണവ നിലയ ചർച്ചകളുമായി മുന്നോട്ടു പോകാൻ UDF സർക്കാരിന് കഴിയില്ലെന്ന് ഉറപ്പാണ്. അത്ര നിഷ്കളങ്കമല്ല ആണവ നിലയമെന്ന ഈ പദ്ധതിയും ഈ ചർച്ചയും എന്ന് തന്നെയാണ് നാട്ടുകാർ പറയുന്നത്. പക്ഷേ അവർ നല്ല ബോധ്യത്തിലാണ്, നല്ല പ്രതിരോധത്തിലാണ്. ഒരു കാരണവശാലും ചീമേനിയിൽ ആണവ നിലയം അനുവദിക്കില്ല എന്ന് ഒരേ സ്വരത്തിൽ ചീമേനിയിലെ ഗ്രാമം പറയുകയാണ്. കാസർഗോഡ് ചീമേനിയിൽ നിന്നും ക്യാമറ പേഴ്സൺ സനൽ എളമ്പച്ചിക്കൊപ്പം രതീഷ് വാസ്തവൻ, ന്യൂസ് മലയാളം.